വരയ്ക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കോപ്പി ആപ്പ് യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ടു ഡു ലിസ്റ്റിൻ്റെ കൂടെ നമുക്ക് കോപ്പി ആപ്പ് വഴി എങ്ങനെ ചെയ്യാമെന്ന് കൂടി നോക്കിയാലോ. അപ്പോൾ ആദ്യം പിൻട്രസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം കോപ്പി ആപ്പ് എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് പേപ്പർ കോപ്പി എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലൊരു ആപ്പ് വരും. അപ്പോൾ നിങ്ങൾ ഈ ലോഗോ നോക്കിയാൽ മതി. ഈ ലോഗോ നോക്കി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മുടെ പിക്ചർ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസ്ട്രക്ഷനിൽ പറയുന്ന പോലെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ മേലെ കാണുന്ന ലോക്ക് ഐറ്റം ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ വോളിയം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ ലോക്കാവും, നമുക്കിത് അനക്കാനൊന്നും പറ്റില്ല. അപ്പം അതിനുശേഷം ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സൈസിലേക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഫോൺ വെച്ച് ട്രേസ് ചെയ്താൽ മതി. ഫോൺ വെക്കുമ്പോൾ തന്നെ ഇത് എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ബാക്കി പെയിന്റിങ്ങും കളറടിക്കലൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫോട്ടോസ് ആണോ അതുപോലെ വേണ്ടേ അതേപോലെ പെൻസിൽ വെച്ചൊന്ന് ട്രേസ് ചെയ്തിട്ട് ഇതുപോലെ മാർക്കർ വെച്ച് മാർക്ക് ചെയ്തിട്ട് റബ്ബർ വെച്ച് മായ്ച്ചാൽ മതി. അപ്പോൾ ഏത് സൈസിലും ഏത് ഫോട്ടോസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗും ട്രേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അതും ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് പറഞ്ഞ കമന്റ് ഇട്ട ആൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മനസ്സിലായില്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.